ഇന്ന് ജൂൺ 10, 2026. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ട്രാവൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റാവുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഉദ്ദേശം കൂടെ ഉണ്ട്. ട്രാവൽ വ്ളോഗും കൂടെ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം. ഇതിൻ്റെ ഒന്നും ഒരു ABCD എനിക്കറിയത്തില്ല, പക്ഷേ നമ്മുടെ ഒരു ഇഷ്ടമുണ്ടല്ലോ, അതനുസരിച്ച് അങ്ങനെ ചെയ്യുകയാണ്. എത്രത്തോളം നന്നായിട്ടുണ്ട് ഇല്ലേ നന്നാവും ഒന്നൊന്നും എനിക്കറിയാം. ഞാൻ കരുതി എനിക്കറിയാവുന്ന രീതിയിൽ ഞാനങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം എല്ലാം ശരിയാവും. ഇപ്പോൾ സമയം രാവിലെ 5 മണിയായി. 3 മണി മുതൽ അലാറം അടിക്കാൻ തുടങ്ങി. ഞാനത് ഓഫാക്കി ലാസ്റ്റ് 5 മണിയായപ്പം എഴുന്നേറ്റ്. ചില സമയത്ത് ഗൈസ് നമ്മുടെ എനർജി, നമ്മുടെ ആ ധൈര്യം ചിലപ്പം ചില സമയത്ത് അങ്ങ് ഡൗൺ ആകാൻ തുടങ്ങും. അങ്ങനെ ഞാനിപ്പോൾ തന്നെ ഈ സംസാരിക്കുന്നത് ഡൗൺ ആയായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ടെൻഷൻ, എങ്ങനാവും എന്താവും എന്നൊക്കെ. ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പോകല്ലേ. വ്ളോഗൊക്കെ ചെയ്ത് യാതൊരുവിധ പരിചയവും ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യമേ തന്നെ പെട്രോൾ പമ്പിലോട്ട് വണ്ടി കയറ്റി. കാരണം നമുക്കിനി ഒരു ഹാഫ് ടാങ്ക് കൂടെ അടിച്ചാൽ മതി. അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറി. അങ്ങനെ വണ്ടിയിൽ പെട്രോളും അടിച്ചു പയ്യെ ഏറ്റുമാനൂർ ലക്ഷ്യമാക്കിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് കാണണം, പുള്ളിക്കാരനെ കാണണം. എന്നിട്ട് അവിടെ ഒരു ചെറിയ ഹോട്ടലുണ്ട്, അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ലഘുഭക്ഷണം കഴിച്ചിട്ട് രാവിലത്തെ യാത്ര തുടരാം. അങ്ങനെ ഒരു പ്ലാനുമായിട്ട് ഞാൻ പോവുകയാണ്.
അങ്ങനെ ഏറ്റുമാനമ്പലത്തിൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞില്ലേ അതിന് മുന്നിൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. മുന്നിലല്ല, ബാക്ക് സൈഡ് വരും, അതായത് കിഴക്ക് ഭാഗം വരും അമ്പലത്തിൻ്റെ. അപ്പം അവിടെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലാണ് ഭക്ഷണം കഴിച്ചത്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പയ്യെ പോകാമെന്നൊക്കെ വിചാരിച്ചു. ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡാണ്. ഏറ്റുമാനൂർ നമ്മുടെ പുനലൂർ എറണാകുളം ഒക്കെ പോകാൻ പറ്റുന്ന റൂട്ടാണ്. മഞ്ഞ നിറം മുഖത്തേക്ക് അടിക്കുന്നു. സൂര്യൻ അതാവേ കർത്താവിതാ എഴുന്നള്ളുന്നു. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ലൈറ്റ് പറ്റി സൺലൈറ്റ് ഉണ്ടോ, മഞ്ഞ മുഖത്തടിയുന്നുണ്ടോ, മഞ്ഞ പ്രകാശം. ഇത്ര ഒരു നല്ലൊരു തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ നടയാണിത്. അമ്പലത്തിൻ്റെ പുറകു ഭാഗത്തായിട്ട് വരും. ആഹാ, അടിപൊളി വ്യൂ. ക്യാമറ ചേട്ടൻ എടുത്തേക്കാം. യൂട്യൂബിലൊക്കെ വരുന്ന. പിന്നെ ഞാനേ എനിക്ക് ഒരുപാട് ദൂരം പോകണ്ട. എടുക്കാം. എനിക്ക് ജസ്റ്റ് അമ്പലത്തിൻ്റെ വെളിയിൽ നിന്ന് ഇങ്ങനെ തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ച നേരത്തേക്കിനെ ഒരു കൊച്ചാട്ടം വന്ന് എവിടെ പോവാണ്, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ പുള്ളിയുടെ കുറച്ച് ഫിലോസഫിയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് കുറച്ച് നേരം. ഞാനും പിന്നെ വിചാരിച്ച് ഒരാൾ സംസാരിക്കാൻ നമ്മൾ പെട്ടെന്ന് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ സംസാരിച്ച് പുള്ളിയും ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഫോണെ കാണാം. ഇതിങ്ങനെ അങ്ങ് പിടിക്കും. ഇത് തന്നെ വണ്ടിയിലും വെക്കും. പോട്ടെ. എൻ്റെ ഇവിടെ കിസ്മത്തോടിയില്ല. അങ്ങനെ ആ ചേട്ടനോട് യാത്ര പറഞ്ഞ് പയ്യെ നമ്മുടെ യാത്ര തുടർന്നു. ഞാൻ ഇത്രയും സംഭവമൊന്നും പ്രതീക്ഷിച്ചില്ല. വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ കരുതിയില്ല. അങ്ങനെ ഏറ്റുമാനൂരപ്പനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പയ്യെ യാത്ര തിരിച്ച്. നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലും, രാവിലത്തെ നല്ല വെയിലും അടിപൊളിയായിരുന്നു ആകാശം കാണാൻ.
എൻ്റെ ഈ ഗോപ്രോയിൽ വിഷ്വൽ സൈസ് കുറച്ച് വ്യത്യാസമുണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല. റെക്കോർഡിങ് സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റില്ല. ചില സമയത്ത് നല്ല വിഷ്വലായിരുന്നു, ചില സമയത്ത് ശകലം ക്രോപ്പായി. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ പെയ്ത് ആകാശം നല്ല തെളിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നുപോയതല്ല, പയ്യെ പറയാമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് യാത്ര, ഞാൻ ആദ്യമേ പോകുന്ന ഡെസ്റ്റിനേഷൻ അത് കണ്ണൂരേക്കാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് എല്ലാവരും പറയും. ഞാൻ ഈ കോട്ടയം ഭാഗത്തുള്ള ആളായതുകൊണ്ട് പറശ്ശിനിക്കടവ് മുത്തപ്പനെ പറ്റി അങ്ങനെ അധികം കേട്ടിട്ടൊക്കെ ഉള്ളതുള്ളൂ. പക്ഷേ അവിടെ പോകണമെന്നോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഐഡിയയോ ഇല്ലെങ്കിൽ അവിടെ പോകണമെന്നൊന്നും എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നും തോന്നിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ച് എന്തോ ഒരു സംഭവം ഇങ്ങനെ കേൾക്കുകയോ കാണുമോ അങ്ങനെ കണ്ട് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതെന്തോ സംഭവം എന്നൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെയ്യം, കോലം അങ്ങനെയൊക്കെയുള്ള എന്തോ ഒരു തിങ്സ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാനാണെങ്കിൽ അങ്ങനെ ടി വിയിൽ യൂട്യൂബിൽ ഞാനാണെങ്കിൽ ഒരു വീഡിയോ സെർച്ച് ചെയ്തു, എന്താണ് മുത്തപ്പൻ്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റോറി എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തപ്പൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ആനിമേഷൻ സംഭവം, ഒരു സ്റ്റോറി കേട്ടു. ആ സ്റ്റോറി കേട്ടപ്പോഴത്തേക്കിനും സ്റ്റോറി കേട്ടതല്ല, ആ ഒരു വിഷ്വൽ സഹിതം നമ്മുടെ ഈ ആനിമേഷനിൽ AI വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കിനുമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായി. കാരണം അത് ഒരു വല്ലാത്ത ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു യാത്ര പോവുകയാണ്, ജീവിതത്തിന് ആദ്യമായിട്ടാണ് ഒരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയവും നമ്മുടെ കുറച്ച് സാമ്പത്തികമൊക്കെ സംഘടിപ്പിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റിലേ പോകുന്നത് മുത്തപ്പൻ്റെ അടുത്തേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുത്തപ്പൻ്റെ അടുത്ത് പോകണമെന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഒരു ലക്ഷ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ആ സ്റ്റോറി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹമായി. അപ്പം അവിടെ ചെല്ലാം, ആദ്യമേ അവിടോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ബാക്കി വഴിയേ പറയാം. സത്യം പറഞ്ഞാൽ ഗൈസ്, ചിലപ്പോൾ എൻ്റെ സംസാരത്തിൽ നിന്ന് ചിലപ്പോൾ ലാഗിങ് തോന്നാം. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് എത്ര വലിയ സുഹൃത്താണേലും എത്ര വലിയ നമ്മളെ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ പോലും ആരോടും ഷെയർ ചെയ്യരുത്. കാരണം നമ്മളത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പറയാവൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കോട്ട് പോലെ അല്ല ഞാൻ പറയുന്നത്. ശരിക്കും അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പോലും നമ്മളെ അതിനകത്തുനിന്ന് പിന്നോട്ട് വലിക്കും. കാരണം എടാ നീ അതിങ്ങനെ ചെയ്താൽ മതിടാ, അതായിരിക്കും നല്ലത് എന്ന് വേറൊരാൾ പറയുന്ന അയാളുടെ കൺസെപ്റ്റ് അനുസരിച്ചാണ്. ചിലപ്പോൾ അയാൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം അതിപ്പോൾ ഏതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം അയാളുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഉള്ള ഒരാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ ഒരു ചിന്താഗതി വെച്ചിട്ട് ഒരിക്കലും നമുക്കത് നല്ലതായിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രാവൽ ചെയ്ത ഇല്ലെങ്കിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ള ഒരാളോട് ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ച് അത്യാവശ്യം അറിയാനും ഇല്ല അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട് മാത്രമേ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുകയോ
അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുകയോ ചെയ്യാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളോട് പറയുന്ന അഭിപ്രായം ചിലപ്പോൾ നമ്മുടെ ആ ഡ്രീമിനെ തല്ലി പൊട്ടിക്കുന്ന രീതിയിലുള്ള അഭിപ്രായമായിരിക്കും. അതുകൊണ്ട് സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഭിപ്രായം ചോദിക്കാതിരിക്കുന്നതന്നെയാണ് നല്ലത്. ശരിക്കും ആരോടും നമ്മൾ അഭിപ്രായം ചോദിക്കാതിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ചോദിക്കാതിരിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. കാരണം നമ്മളത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയുവാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി ചെയ്യുമ്പോൾ അതിനെ ഇനി ബെറ്റർ ആക്കാം. ഇനി ഓരോ കാര്യങ്ങൾ അപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും എന്ന് പറയുന്ന പോലെ നമ്മൾ ആവശ്യമുള്ള ആൾക്കാരോട് മാത്രം നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയുക. അത് നല്ലൊരു കാര്യമായിരിക്കും നമ്മുടെ ലൈഫിൽ കിട്ടുന്നത്. എൻ്റെ ഈ യാത്രയിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് നമ്മുടെ ChatGPT ആയിരുന്നു. കാരണം ഞാൻ പലതവണ ChatGPTയോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആവുമോ എന്നൊക്കെ. ChatGPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ നമ്മളെ അങ്ങ് ആവശ്യമില്ലാതെ മോട്ടിവേഷൻ ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയാണോ തെറ്റാണോ എന്ന് ഒരാൾ അപ്പം തന്നെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്സ് ആണെന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ChatGPT പോലത്തെ ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും ആഗ്രഹിക്കും സത്യം പറഞ്ഞാൽ. അങ്ങനെ ChatGPTയോട് ഞാൻ ഈ യാത്ര പോകുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയും. ChatGPT എനിക്ക് ഇപ്പം യൂട്യൂബിൽ വീഡിയോസ് എടുക്കുന്നതിനെക്കുറിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ChatGPT എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പം ChatGPTനെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സ്മരിക്കുക. അങ്ങനെ ഗൈസ്, കുറേ നാളത്തെ ആഗ്രഹവും സ്വപ്നവും കൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ഇറങ്ങുന്നത്. അപ്പം ബൈക്കിൽ ട്രിപ്പ് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അതിനുവേണ്ടി പോസിറ്റീവാക്കി വെക്കുക, യാത്ര ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കയ്യിൽ അതിനു വേണ്ടി പൈസയൊന്നുമില്ല ഗൈസ്. വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രം ഞാൻ സേഫാക്കി വെച്ചിട്ട് ആണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ഒരു ChatGPTയോട് സംസാരിച്ച് ChatGPTയാണ് എനിക്ക് ഓരോ ഐഡിയാസ് പറഞ്ഞു തരുന്നത്. അങ്ങനെ ChatGPTയോട് ചോദിച്ചിട്ട് സ്ക്രാമിൻ്റെ മൈലേജും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എത്ര ലിറ്റർ പെട്രോൾ അടിക്കണം അങ്ങനെയൊക്കെ കണക്ക് കൂട്ടി ആ ഒരു ധൈര്യത്തിലാണ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്താണെങ്കിലും ഹാപ്പി ജേണി. അപ്പോൾ വണ്ടി സൈഡിലോട്ടൊന്ന് ഒതുക്കി കുറച്ച് നേരം ഒന്ന് കാലൊക്കെ മസിൽ പിടിക്കും. കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. പേരാമ്പ്ര തൃശ്ശൂരാണെന്നാണ് തോന്നുന്നത്. ഇത് കാണുന്നുണ്ട്. അതിരപ്പള്ളിയൊക്കെ ഈ ഭാഗമായിട്ടൊക്കെ വരുന്നു. അപ്പോൾ ഇവിടെ വന്നൊരു നാരങ്ങ വെള്ളവും ഒരു സമൂസയൊക്കെ കഴിച്ച് ഒരു പയ്യെ പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പോൾ ശരിക്കും ഇരിക്കുന്നത് തൃശ്ശൂരുള്ള ഒരു പെട്രോൾ പമ്പിലാണ്. തൃശ്ശൂരിലുള്ള ഒരു സ്ഥലത്ത് ഉണ്ടോ പെട്രോൾ പമ്പിലാണ് ഇരിക്കുന്നത്. നല്ല മഴക്കാറുണ്ട്. ഒരു മഴക്കാർ വന്നിട്ട് ഇങ്ങോട്ട് പോയതായിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ പെട്രോൾ പമ്പിൽ ഇരിക്കുക. എൻ്റെ കയ്യിലൊരു അതിൻ്റെ ചാർജ് തീർന്നു പോയി. അതായത് ബൈക്ക് ചാർജ് ചെയ്യാൻ നോക്കിയിട്ട് അങ്ങോട്ട് ചാർജ് ആവുന്നില്ല. അപ്പോൾ അപ്പോഴേക്ക് ശാലം കൂടെ പവർ വേണമല്ലോ. അങ്ങനെ ഞാൻ അതിന് ശരിക്കും ഇപ്പോൾ പെട്രോൾ പമ്പിൽ ഇരിക്കുക. ഞാൻ കണ്ണൂർക്ക് പോകാം. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് തോന്നി അങ്ങനെ വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങിയതാണ്.
എല്ലാവരും പറയുന്ന പോലെ ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയും. സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് ഇനി ഇറങ്ങി നേരെ മുത്തപ്പൻ്റെ അടുത്തോട്ട് പോകാനുള്ള പരിപാടി. ഇതുണ്ട് ഗോപ്രോ ചാർജ് ചെയ്യുന്നത് ഒരു പെട്രോൾ പമ്പിലുള്ള ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പാണ്. ചാർജ് തീർന്നു പോയി. പക്ഷേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് പോകണം. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഉണ്ടോ മഴക്കാറ് വരുന്നുണ്ട്. എൻ്റെ ഗോപ്രോ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഒരു പമ്പ് കിട്ടിയപ്പോഴത്തേക്കിനും ആ പമ്പിൽ കയറ്റി ചാർജ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരമെങ്കിലും കിട്ടാൻ പറ്റും. ബാക്കി ഫോണിനകത്താണ് എല്ലാം ചെയ്യുന്നത്. മഴ പെയ്യാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ എത്തി. എന്തായിരുന്നു തൃശ്ശൂർ കഴിയാറായി. പിന്നെ ഇനിയിപ്പോൾ 190 കിലോമീറ്റർ സംതിങ്ങേ ഉള്ളൂ. ഇനി അല്ല 160 സംതിങ് കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ ഇവിടോട്ട് കണ്ണൂർക്ക്. ഓക്കെ, ഇതുണ്ടോ അടിപൊളി വ്യൂ ആണ്. എൻ്റെ ഗോപ്രോ ആണെങ്കിൽ ഗോപ്രോ ചാർജ് കുറവാണ്. ചിലപ്പോൾ അത് ഓഫായെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേനും ചുമ്മാ ഒന്ന് സൈഡ് ഒതുക്കി കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. കണ്ടോ ആകാശം കണ്ടോ, അടിപൊളിയാണ്. ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ, രക്ഷയില്ല. ഞാനിതൊക്കെ ആദ്യമായിട്ട് അങ്ങനെ കുറേ ദൂരം ഓടിച്ചതിന് ശേഷം പിന്നെ ഒരു ചായക്കട കയറി. ഒരു നൈസ് ചായക്കട. അവിടെ കയറി നല്ലൊരു സ്ട്രോങ് ചായയും പിന്നെ എന്തായിരുന്നു പഴംപൊരി ആയിരുന്നു തോന്നുന്നു. പിന്നെ ഒരു പഴംപൊരിയും കഴിച്ചു. നല്ല രസമായിരുന്നു, ചായ അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ മലപ്പുറം ജില്ലയിലാണ്. ഇവിടുത്തെ ടോള് കയറി സ്ഥലപ്പേര് അങ്ങനെ തൃശ്ശൂർ കഴിഞ്ഞുള്ള ഫസ്റ്റ് ടോളായിരുന്നു. ഏകദേശം ഒരു 4 മണി ഒക്കെ കഴിഞ്ഞു ഏകദേശം. അങ്ങനെ കുറേ ദൂരം വണ്ടി ഓടിക്കേണ്ടതുണ്ടായിരുന്നു. മലപ്പുറമൊക്കെ കഴിഞ്ഞു. ഗോപ്രോയുടെ ചാർജും ഒക്കെ ഇടയ്ക്ക് തീർന്നായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസ് അധികം എടുത്തില്ല, ഫോട്ടോസ് മാത്രം ഫോണിനകത്ത് എടുത്തതേ ഉള്ളൂ. ഒരുപാട് ഇതേപോലുള്ള ഷോട്ടുകൾ എടുത്ത് നിങ്ങളെ മടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചു. Good morning.
മുത്തപ്പൻ്റെ അടുത്ത് വന്നു. മുത്തപ്പൻ്റെ അടുത്ത് വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആദ്യത്തെ യാത്ര മുത്തപ്പൻ്റെ അടുത്തിട്ട് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത്. മുത്തപ്പൻ്റെ യഥാർത്ഥത്തിലുള്ള സ്റ്റോറി കേട്ട് ആണ് ഞാൻ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. കാരണം ഒരിക്കലും മുത്തപ്പൻ്റെ കഥകളോ കാര്യങ്ങളോ കൂടുതൽ അറിയാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ. കാരണം ഞാൻ കോട്ടയത്താണ്. ഒരിക്കലും ഞാൻ കണ്ണൂർ അങ്ങോട്ടുള്ള ഭാഗത്തൊന്നും കൂടുതൽ യാത്ര ചെയ്തിട്ടുമില്ല. അങ്ങനെ യൂട്യൂബ് വഴി മുത്തപ്പൻ്റെ യഥാർത്ഥത്തിലുള്ള കഥ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ മുത്തപ്പനെ കാണാൻ പറ്റി, അവിടെ വരാൻ പറ്റി. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടോട്ട് വന്നത്. അങ്ങനെ മുത്തപ്പന് ദക്ഷിണയൊക്കെ കൊടുത്ത് മുത്തപ്പൻ്റെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അങ്ങനെ മൊബൈലിൽ ഷോർട്സിൽ മാത്രം കണ്ട് ശീലിച്ചിട്ടുള്ള മുത്തപ്പനെ നേരിട്ട് കാണാൻ പറ്റി. മുത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടി. ഞാൻ വളരെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ അടുത്ത അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് അന്ന് തന്നെ അധികം താമസിക്കാതെ പോകേണ്ടതുകൊണ്ട് ഞാൻ ഭഗവാനോട് യാത്ര പറഞ്ഞു വയ്യ ഇറങ്ങി. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എന്നെ ഇത്രയും നേരം സഹിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ കരുത്ത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.